Hello guys, this is Justin Lois from Dublin Mallu World. ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് പേരുടെ കോണ്ടാക്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നാലും അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. സോ നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അവൈലബിൾ ആയിരിക്കും അബൌട്ട് ട്രാവൽ, ഫുഡ് ആൻഡ് പിൽഗ്രിമേജ്. സോ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, HCA ജോബ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ്സ് ഇൻ അയർലൻഡ്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്കറിയാം ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ജോബ്സ് നമുക്കിവിടെ ഹെൽത്ത് കെയർ സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജോബ് കാറ്റഗറിയാണ് ആക്ച്വലി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സാലറി, അതിനെക്കുറിച്ചൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. കെയർ അസിസ്റ്റന്റിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജോബ് അവൈലബിലിറ്റി. നമുക്ക് ഒരുപാട് ജോബ് അവൈലബിലിറ്റി ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഉറപ്പായിട്ടും നമുക്ക് ഹെൽത്ത് കെയർ മേഖലയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് മേഖലയിൽ ഒരുപാട് ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അയർലൻഡിൽ പല കൗണ്ടീസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഏത് കൗണ്ടീസ് എടുത്താലും നിങ്ങൾക്ക് നഴ്സിംഗ് ഹോമുകളിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഒക്കെ നമുക്ക് HCSന്റെ ജോബ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബുകൾ മോസ്റ്റ്ലി നമുക്ക് നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളുകൾക്കൊക്കെ കിട്ടാൻ കുറച്ചും കൂടെ ഈസിയാണ്, ബിക്കോസ് അവർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് നഴ്സിംഗ് അല്ലാത്ത മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾക്കും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസും ഓപ്പർച്യൂണിറ്റിയൊക്കെ നമുക്ക് അയർലൻഡിൽ പല കൗണ്ടീസുകളിലും ഉണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ ചെയ്യാനായിട്ട് വന്നത് ആക്ച്വലി. സോ ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ കെയർ അസിസ്റ്റൻസിന് എന്തോരം ശമ്പളമൊക്കെയാണ് കിട്ടണമെന്നാണ് ഒരാൾ ചോദിച്ചത് കേട്ടോ. ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് നമുക്ക് അയർലൻഡിൽ കിട്ടുന്ന ഒരു മിനിമം സാലറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ $12 ഒക്കെയാണ് നമ്മൾക്ക് ഒരു മിനിമം സാലറി ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ ഇവിടെ മാസം ശമ്പളമാണ് പല സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വീക്കിലി കിട്ടുന്ന, ഫോർട്ട്നൈറ്റൊക്കെ കിട്ടുന്ന സാധനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു മാസ ശമ്പളം കിട്ടുന്നതോടാണ് കൂടുതലെന്ന് തോന്നുന്നു. അപ്പോൾ മാസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഡക്ഷൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഏകദേശം ഒരു റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു 2 lakhs മേളിലേക്കുള്ള ഒരു സാലറി നമുക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ചെയ്യുന്ന അവേഴ്സ്, അപ്പോൾ നമുക്ക് ഓവർ ടൈം കാര്യങ്ങളൊക്കെ വരുന്ന അവേഴ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാലറി നമുക്ക് എക്സ്ട്രാ ആയിട്ട് കയറുകയൊക്കെ ചെയ്യും. അപ്പം എബവ് 2 lakhs ഉറപ്പായിട്ട് നമുക്ക് സാലറി, നമുക്ക് ഒരു മാസത്തെ സാലറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് പ്രൈവറ്റ് സെക്ടറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകൾ, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ ഡിസബിലിറ്റി സെന്റേഴ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് HCSന്റെ ജോബ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സാലറി ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് നമുക്കൊരു മാസം സാലറി ഒക്കെ വരുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സാലറിയിൽ വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എങ്കിൽ കൂടിയും ഈ ഒരു സാലറിയിലാണ് ഇപ്പോഴും തന്നെ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൈവറ്റ് സെക്ടറിൽ. സോ പബ്ലിക് സെക്ടർ നോക്കുകയാണെന്നിപ്പം HSC ജോബ്സ് നമുക്കിപ്പോൾ ഗവൺമെൻറ് ജോബ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മൾ സൺഡേസിൽ നമുക്ക് വീക്കെൻഡ്സിൽ നമുക്ക് കുറച്ച് അലവൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സിൽ നമുക്ക് പേയ്മെൻറ്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് പൈസ സാലറി കുറച്ച് കൂടാം. പിന്നെ നമ്മൾക്ക് വീക്കെൻഡ്സിൽ എക്സ്ട്രാ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഓവർ ടൈം ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് പെർസെൻറ്റേജ് കൂടുതലുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് സാലറിയുടെ എക്സ്പെൻസൊക്കെ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്കും ഒക്കെ നമുക്ക് കയറുന്നുണ്ട്. അതൊക്കെ ഓർത്തിരിക്കുക. സാലറിയുടെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇയർലി ആനുവൽ സാലറിനെ കുറിച്ച് പറയുന്നില്ല, ജസ്റ്റ് മന്ത്ലി സാലറിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എല്ലാ കട്ട് ഓഫും കഴിഞ്ഞിട്ടാണ് ഇത്രയും സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, ഈ HCA ജോബ്സ് നമുക്ക് HCയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ വിസ സ്റ്റാറ്റസൊക്കെ അനുസരിച്ച് കിട്ടത്തുള്ളൂ. സാധാരണ നമ്മൾ ഒരു ജനറൽ വർക്ക് പെർമിറ്റിലൊക്കെ വരുന്ന ആളുകൾക്കൊന്നും HSCയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അൺലെസ് നമുക്കൊരു കല്യാണം കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക ഒരു സ്പൗസ് വിസയിലേക്ക് നമ്മളൊരു ഡിഫറെൻറ്റ് വിസയുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവത്തില്ല. നമ്മൾ മോസ്റ്റ്ലി പ്രൈവറ്റ് സെക്ടറിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഇത്രയും സാലറി കിട്ടുന്നുണ്ട്, മീൻസ് അത്രയും നമ്മളെ ബാങ്കിലേക്ക് നമുക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ചിലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്.
അക്കോമഡേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും എല്ലാം തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് നമുക്ക് നല്ലൊരു എമൗണ്ട് അങ്ങനെ പോവും എന്ന് തന്നെ പറയാം. അപ്പം ഇത്രയും സാലറി കിട്ടുന്നുണ്ടെങ്കിലും എക്സ്പെൻസ് ഭയങ്കര തന്നെയാണ്. അപ്പോൾ ഈ എക്സ്പെൻസിനെ കുറിച്ച് പറയുമ്പം നമുക്ക് റെന്റിന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില നഴ്സിംഗ് ഹോമുകളിലൊക്കെ നമുക്ക് അവിടെയുള്ള എന്താ പറയുക അപ്പാർട്ട്മെന്റ്സുകൾ അല്ലെന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള നമുക്ക് അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. കുറച്ച് എമൗണ്ട് കുറച്ചിട്ടുള്ള ഏകദേശം ഒരു €600 ഒക്കെ വെച്ചുകൊണ്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെ നമുക്ക് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവില്ല, ആളുകൾ പുറത്ത് താമസിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പം ഒരു മിനിമം റെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് 600 അബൌട്ട് 700 ഒക്കെ ആയിരിക്കും നമുക്ക് ഒരു മിനിമം നമുക്ക് ഒരു റെന്റിങ് ഒരു മാസം വരുന്നത്. നമുക്ക് അത്രയും പൈസ നമുക്ക് റെന്റിന് മാത്രമായിട്ട് ഒരു ചിലവാകും. നമുക്ക് റെന്റ് പ്ലസ് ബിൽസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ റെന്റ് ഇപ്പം ഒരു €600-650 അതൊരു എന്താ പറയുക ഏറ്റവും കുറവുള്ള റെന്റാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പം അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ നമുക്ക് വരുന്ന ഒരു കറണ്ട് ബില്ലും അല്ലെങ്കിൽ ഗ്യാസ് ബില്ലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു €75 ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ €75 എബോവ് ഒക്കെ നമുക്ക് കറണ്ട് ബില്ലും ഗ്യാസ് ബില്ലും കൂടെ കൂടി 2 മാസം കൂടുമ്പോൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതും കൂടെ കൂടിയിട്ടാണ് നമ്മൾ റെന്റ് പേ ചെയ്യുന്നത്. 2 മാസത്തിലാണ് നമുക്ക് ബില്ല് വരുന്നത് അതിൻ്റെ. അപ്പം നല്ലൊരു എമൗണ്ട്, ഏകദേശം ഒരു 1000 എമൗണ്ട്, അപ്പം ഒരു 800-900 ഒക്കെ ബില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെൻസിന് നല്ലൊരു €300 എങ്കിലും നമുക്ക് എക്സ്പെൻസിനായിട്ട് നമുക്ക് ഒരു മാസത്തിൽ ഏകദേശം വേണ്ടി വരും. അല്ലെങ്കിൽ അത് കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. ഒരു പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ചിലവ് ചെയ്യുന്ന രീതിയും വരുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കേട്ടോ. അപ്പം നല്ലൊരു എമൗണ്ട് നമുക്ക് അങ്ങനെ ഒരു €1000 എന്താന്ന് പറഞ്ഞാലും നമുക്കൊരു എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് മാറുന്നുണ്ട്. അപ്പം അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരും കാണാം. ഇപ്പം അക്കോമഡേഷൻ എന്ന് ഞാൻ പറഞ്ഞത് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീടെടുത്ത് താമസിക്കുക അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോൾ ഒന്നെങ്കിലും ഒരു ഫാമിലിയോട് കൂടെ ഒരു റൂം നമ്മുടെ ഒരു വീട് ഷെയർ ചെയ്യുമായിരിക്കും. അതിൽ നമ്മൾ ആ ഫാമിലിയിൽ തന്നെ ഒരു സെപ്പറേറ്റ് റൂം നമ്മൾ നിൽക്കുന്നതായിരിക്കും. കിച്ചണൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതായിരിക്കും. അതല്ല നമ്മൾ സെപ്പറേറ്റ് വീടെടുത്ത് താമസിക്കുന്ന ഒരുപാട് പൈസ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ നമുക്ക് പറ്റത്തില്ല ഈ ഒരു പൈസ കൊണ്ടൊന്നും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഷെയർ ആയിട്ട് നിൽക്കും. നമുക്ക് ഷെയറിങ് അക്കോമഡേഷനിൽ നിൽക്കുമ്പോൾ ഇത്രയും എമൗണ്ട്, ഇതിൽ കൂടുതൽ എമൗണ്ട് ഒക്കെ ആവും ഉറപ്പായിട്ടും. ഞാൻ ഏകദേശം ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒടുക്കത്തെ പൈസയാണ്, എല്ലാത്തിനും സർവ്വ സാധനങ്ങൾക്കും ഒടുക്കത്തെ പൈസയാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആവും. എത്ര എന്ന് പറഞ്ഞാൽ നമുക്കൊരു €1000 നമുക്ക് 1000 അല്ലെങ്കിൽ €1200 നമുക്ക് എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പോകും. ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമ്മൾ ജീവിക്കുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താം. മീൻസ് അങ്ങനെ ചെയ്ത് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം. ഫുഡ് കാര്യങ്ങൾക്കൊക്കെ നല്ല പൈസ തന്നെയാവും. നമ്മൾ എത്ര ചീപ്പ് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ആ ഒരു ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടതായിരുന്നു. പിന്നെ ഫോൺ ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം നമുക്ക് ഏകദേശം ഇപ്പോൾ ഫോൺ ബില്ല് നമ്മൾ പേ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗോമോ എന്ന് പറഞ്ഞ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം €15 ഒക്കെ നമുക്ക് ആവുന്നുള്ളൂ ഒരു മാസം. അതിൽ കൂടുതൽ ഞാൻ ആദ്യം വോഡാഫോണാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോമോ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഗോമോ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം €15 മാത്രമേ ആവുന്നുള്ളൂ നമുക്ക് ഇത്. പിന്നെ ഇവിടെ വൈഫൈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആണ്. നമ്മൾ നിൽക്കുന്നത് എല്ലായിടത്തും അല്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അതൊന്നും പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല, നമുക്ക് വൈഫൈക്ക് നമുക്ക് പൈസ സെപ്പറേറ്റ് ആവുന്നുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മുടെ കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഈ വൈഫൈ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പിന്നെ നമ്മൾ ബസ് ഇപ്പോൾ പിടിച്ചൊക്കെയാണ് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു €80-90 പെർ മന്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, മസ്റ്റായിട്ട് നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീടൊക്കെ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കുറയ്ക്കാൻ പറ്റും. പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അത്രയും പൈസ നമുക്ക് എക്സ്പെൻസ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോലി സ്ഥലം ലക്കിന് നമുക്ക് അടുത്താ കിട്ടണമെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലവും നമ്മൾ താമസിക്കുന്ന വീടും അടുത്താ കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചിലവ് ഒഴിവാക്കാം. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് 2 മിനിറ്റ് നടന്ന തരത്തിലാണ് എനിക്ക് ജോലി സ്ഥലം കിട്ടിയിരിക്കുന്നത്. അപ്പം ആ പൈസ നമുക്ക് ചിലവാകുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ബാലൻസ് രീതിയിൽ നമുക്ക് റെൻറ്റിൽ ഇപ്പോൾ ഹൈ ആയിരിക്കാം, അല്ലെങ്കിൽ എമൗണ്ട് വരുന്ന ബില്ല് വരുന്ന ഹൈ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ അത് ബാലൻസ് ചെയ്ത് കൂടി വരാൻ ചില സമയങ്ങളിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന വീടും ജോലി സ്ഥലമൊക്കെ അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ആ രീതിയിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വരുന്ന എക്സ്പെൻസുകളാണ് മെയിനായിട്ടുള്ളത്. ഇത്രയും എക്സ്പെൻസാണ് നമുക്ക് ഒരാൾക്ക് വരുന്നത്. പിന്നെ മാസം നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു €300 നമുക്ക് നമ്മുടെ നമ്മുടെ കാർഡൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകും. അതൊക്കെ ഒരു എക്സ്പെൻസിൻ്റെ ഓഫ്കോഴ്സ് അതിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ സ്ഥലങ്ങൾ കാണാനായി സർക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നതായിരുന്നു. അപ്പം അത്രയൊക്കെയാണ് നമുക്ക് ചിലവുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമുക്ക് ഇത്രയും സാലറി കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ നമുക്ക് ചിലവുകളും റെൻ്റെല്ലാം പേ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ HC ആയിട്ടൊക്കെ വരുന്ന സമയങ്ങളിൽ ഏത് വീസ സ്റ്റാറ്റസ് ഒക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ
ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ കിട്ടി സെലക്ട് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറൽ വർക്ക് പെർമിറ്റിലാണ് ഓഫ് കോഴ്സ് നമ്മൾ ഇങ്ങോട്ട് HC ആയിട്ട് വരുന്നത് ആക്ച്വലി. അപ്പോൾ ആ പെർമിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ €300 വെച്ച് നമുക്ക് ഏകദേശം ഒരു വർഷത്തിൽ നമുക്ക് അത് റിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ പ്രാവശ്യം. അപ്പോൾ നമ്മുടെ വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്ന ഒരു ഇതാണ് എക്സ്പെൻസാണ് അത്. അപ്പോൾ അങ്ങനെയാണ് ജനറൽ വർക്ക് പെർമിറ്റ് വിസ സ്കീമിലാണ് ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് ടിപ്പിക്കൽ സ്കീമിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ, HC ജോബിന് വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ നമുക്കത് നമ്മുടെ ഇപ്പം നമുക്ക് 2 ഇയർ നമുക്ക് കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞ് 2 ഇയർ നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് പുതുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിച്ചപ്പോൾ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ റിക്രൂട്ട് ചെയ്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ അവർ അക്കോമഡേഷനോട് കൂടി പ്രൊവൈഡ് ചെയ്യാറുണ്ട് ആക്ച്വലി. അത് എല്ലായിടത്തൊന്നുമില്ല, നമ്മുടെ ലക്കിന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു €500 to €600 അവർ നമുക്ക് അക്കോമഡേഷൻ തരും. ബാലൻസ് പിന്നെ നമ്മൾ വരുന്ന ബില്ല് കാര്യങ്ങളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റെൻ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പം എനിക്കറിയാവുന്ന 3-4 HCAs അങ്ങനെ വന്നവരുണ്ട്. മീൻസ് അക്കോമഡേഷനോട് കൂടെ അവർ അറേഞ്ച് ചെയ്ത് വന്നവരുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഓഫ് കോഴ്സ് കുറച്ച് റെൻറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരാം കേട്ടോ. പിന്നെ നമുക്ക് ലക്കിന് നല്ലൊരു സ്പേസ് ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇന്ത്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ഇത്രയും ഈ സാധാരണ വെള്ളക്കാരുടെ കൂടെ താമസിക്കുമ്പോഴുള്ള എക്സ്പെൻസ് അത്രയും റെൻറ്റ് നമുക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക സേഫ്റ്റി, അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല സ്പേസ് കിട്ടും. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് അതിനനുസരിച്ചുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ വൈറ്റ്സിൻ്റെ കൂടെ താമസിക്കുക. അത് പ്രത്യേക ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ നേഴ്സുമാരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കെയറായിട്ട് കയറി വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾക്ക് നേഴ്സായിട്ട് കയറാവോ അല്ലെങ്കിൽ പ്രത്യേക എക്സാമൊക്കെ എഴുതണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത ആളുകൾക്ക് ഇവിടെ വന്ന് ഉറപ്പായിട്ടും കെയറായിട്ട് കയറി വരാം. കയറി വന്ന് നമ്മളിവിടെ വന്ന് നമ്മുടെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പീരീഡിലാണ് നമ്മൾ വരുന്നത്, കോൺട്രാക്റ്റാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ വർഷം കഴിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡിസിഷൻ ലെറ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നമുക്ക് തുടങ്ങി വെച്ച് നമ്മുടെ വൈകിട്ട് എക്സാമൊക്കെ എഴുതി നമുക്ക് റെഡി ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പിൻ നമ്പറൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നഴ്സിംഗ് മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അത് ഉറപ്പായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അതൊക്കെ OIT ആ ഒരു എക്സാം എല്ലാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നടത്തി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നല്ല ബെനിഫിറ്റാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ലോക്കലായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ടുള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ബെനിഫിഷ്യലാണ് ആക്ച്വലി. നമുക്ക് നല്ല ഒരു ഇതാണ് കേട്ടോ. അത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് ഒരാൾ 1-2 പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഡൗട്ടുകളാണ് അതിനകത്ത് അവർ ക്ലിയർ ചെയ്ത് പറയാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമ്മളിവിടെ ഉള്ളതായതുകൊണ്ട് നമ്മൾ ജെനുവനായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല ഇവിടെ നമ്മൾക്കിപ്പോൾ ഒരു മീഡിയേറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെറ്റിക് പീസ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജെനുവനായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞു തരാം. അല്ലെങ്കിൽ അറിയാൻ പാടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആരോടും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അതും പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ദിസ് ഇസ് ജസ്റ്റിൻ ലോയ്ഡ് സൈനിങ് ഓഫ്.